കണ്ണും കരളും അലിയിപ്പിച്ച് വായനക്കാരെ കുറച്ചുകൂടി ജീവിതത്തിന്റെ നന്മയും തണുപ്പുമുള്ള ഇടങ്ങളിലേക്ക് ചേർത്ത് പിടിക്കുന്ന കഥകൾ എഴുതാൻ ഒരു കഥാകൃത്തിന് എത്ര ദൂരം സഞ്ചരിക്കണം? അനുഭവങ്ങളുടെ മഹാലോകം തേടി ഈ ലോകങ്ങൾ മുഴുവൻ സഞ്ചരിക്കണമോ? വേണ്ട. അതിനായി ലോകയാത്രകളൊന്നും നടത്തേണ്ടതില്ല. പകരം നമ്മുടെ നാട്ടിലേക്ക്, ഗ്രാമത്തിലേക്ക്, ചുറ്റുവട്ടങ്ങളിലേക്ക്, മനുഷ്യരിലേക്ക് ഇറങ്ങി നടന്നാൽ മതിയെന്നും നാടിൻ്റെ ഓരോ പുരാവൃത്തത്തിലും ഓരോ പുൽക്കൊടിത്തുമ്പിലും ഇതിഹാസങ്ങളാകാൻ കഴിയുന്ന കഥകളുണ്ട് എന്നും തെളിയിച്ച എഴുത്തുകാരനാണ് ശ്രീ അംബികാസുധൻ മാങ്ങാട്. കാസർഗോഡിൻ്റെ മാത്രമല്ല, ജനിച്ചു വളർന്ന ബാരാഗ്രാമത്തിൻ്റെ മാത്രമല്ല, മലയാളിയുടെയും മാനവികതയുടെയും കഥാകാരൻ. പ്രാദേശികമായ പുരാവൃത്തങ്ങളുടെയൊക്കെ പ്രതിരോധ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് പരിസ്ഥിതിയുടെയും സ്ത്രീത്വത്തിൻ്റെയും അനുകമ്പയുടെയും കഥകൾ എഴുതിയിട്ടുള്ള, കഥകൾ പോലെ വ്യത്യസ്തമായ നീണ്ട പേരുള്ള കഥാകൃത്ത് ഒരു പക്ഷേ. എഴുത്തിൻ്റെ ഓരോ നിമിഷത്തിലും കഥാപാത്രങ്ങൾക്ക് കാരണക്കാരായ യഥാർത്ഥ മനുഷ്യരെയും അവരുടെ വേദനകളെയും അതിജീവന സമരങ്ങളെയും ഓർക്കുന്ന എഴുത്തുകാരൻ. അംബികാസുധൻ മാങ്ങാടിൻ്റെ തോട്ടുങ്കര പോതി എന്ന കഥാസമാഹാരമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഒപ്പം എഴുത്തുകാരനും തത്സമയം ചേരുന്നു. തോട്ടുങ്കര പോതി എന്ന ഈ കഥാസമാഹാരവുമായിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് തത്സമയം നിൽക്കുമ്പോൾ, ഈ പുസ്തകം വായിക്കാത്ത പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ശീർഷകം ഒരു എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയാത്ത സവിശേഷമായ ഒരു ശീർഷകമായിട്ട് മുന്നിൽ നിന്നു എന്ന് വന്നേക്കാം. എങ്ങനെയാണ് ഈ തോട്ടുങ്കര പോതി എന്നുള്ള ശീർഷകത്തെ പെട്ടെന്ന് അഴിച്ചു മാറ്റിയിട്ട് ഇതാണ് വഴി, ഇതാണ് തോട്ടുങ്കര പോതിയിലേക്കുള്ള വഴി എന്ന് എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് സൂചിപ്പിക്കാൻ കഴിയുക? ഞാൻ ആ കഥ വായിച്ചിട്ടുണ്ട്, അതിൻ്റെ സൗന്ദര്യ ലോകത്തിലൂടെ ഞാൻ പോയിട്ടുണ്ട്. പോകാൻ കഴിയാത്ത പ്രേക്ഷകരിലേക്ക്, വായനക്കാരിലേക്ക് എങ്ങനെയാണ് ഈ ഒരു ശീർഷകത്തിൻ്റെ ഒരു നിഗൂഢ സൗന്ദര്യത്തെ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ശ്രീ അംബികാസുധൻ മാങ്ങാട് തുറന്നു കാണിക്കുക? തോട്ടുങ്കര പോതി ഒരു തെയ്യം ആണ്. ഞങ്ങളുടെ ഉത്തര കേരളത്തിൽ 100 തെയ്യങ്ങളുണ്ട് എന്ന് പറയുമെങ്കിലും 400-ലും അധികം തെയ്യങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു തെയ്യമാണ് തോട്ടുങ്കര പോതി. പോതി എന്ന് പറഞ്ഞാൽ ഭഗവതിയാണ്. വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിൽ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഒരു സ്ത്രീയാണ് തോട്ടുങ്കര ഭഗവതി തെയ്യമായിട്ട് മാറുന്നത്. ഒരു അമ്മയുടെ മഹാസങ്കടത്തിൽ നിന്നാണ് ഈ തെയ്യം ഉണ്ടാകുന്നത്. 10 മക്കളെ നഷ്ടപ്പെട്ട സമയത്ത് ഒരു കുഞ്ഞിനെയെങ്കിലും തൻ്റെ കയ്യിൽ കിട്ടും ബാക്കിയായിട്ട് എന്ന് കരുതിയെങ്കിലും ഓരോ കുഞ്ഞും മരിച്ചു പോകുമ്പോൾ, അവസാനത്തെ കുഞ്ഞും മരിച്ചു പോകുമ്പോൾ ആ അമ്മ അടക്കാൻ കഴിയാത്ത ഒരു മഹാസങ്കടത്തിൽ വീഴുകയും അതിനെ മറികടക്കാൻ മറ്റു വഴികളൊന്നും കാണാത്തത് കൊണ്ട് രാമായണ കാവ്യമെടുത്തിട്ട് ഉറക്കെ മുറ്റത്തിരുന്ന് പാടുകയാണ്. പക്ഷെ കീഴാള വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് അക്ഷരം വായിക്കാനോ പാട്ട് പാടാനോ ഒന്നും അവകാശമില്ലാത്ത ആ കാലത്ത് അത് ചെയ്യുന്നത് അറിഞ്ഞിട്ട് ഈ നാടുവാഴി ആ സ്ത്രീയെ കൊല്ലാൻ വേണ്ടി വരികയാണ്. അങ്ങനെ കൊല്ലാൻ വേണ്ടി വരുന്ന സമയത്ത് ചോദിക്കുകയാണ്, നീ ഇതൊന്നും പാട്ട് പാടാനും വായിക്കാനും ഒന്നും അധികാരമില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ സ്ത്രീ പറയാണ്, തമ്പുരാനെ ക്ഷമിക്കണം, എനിക്ക് എൻ്റെ മനസ്സിന്റെ വേദന ഉള്ളിലെത്തി തടുക്കാൻ കഴിയാഞ്ഞിട്ടാണ്. തമ്പുരാൻ അന്നേരം പൊട്ടിച്ചിരിച്ചു. അത്രയും വേദനയുണ്ടോ? ആ സ്ത്രീ പറഞ്ഞു, തെളിയിച്ചു തരാം, ഒരു മണ്ണിന്റെ കലവും കുറച്ച് നെല്ലും കിട്ടിയാൽ മതി. അങ്ങനെ കിട്ടിയ മണ്ണിന്റെ കലം ആ അമ്മ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ നെഞ്ചിലെ തീയുണ്ടല്ലോ, ആ തീ കൊണ്ട് മണ്ണിന്റെ ആ കലം ചുട്ടു പഴുക്കുകയും ആ പഴുത്ത കലത്തിൽ നെല്ല് വാരിയിട്ടപ്പോൾ അതെല്ലാം മലരായിട്ട് പൂക്കുറ്റി പോലെ പൊട്ടിത്തെറിക്കുകയും ആ കലത്തിന് തീ പിടിക്കുകയും ആ തീ ആ അമ്മയുടെ ഉടലിലേക്ക് കയറുകയും കത്തുന്ന തീപ്പന്തം പോലെ ആ അമ്മ നിലവിളിച്ചുകൊണ്ട് ഒരു തോട്ടിലേക്ക് പായുകയും തോട്ടിലെടുത്ത് വെള്ളത്തിൽ ചാടുകയും അവിടെ കരിക്കട്ടയായിട്ട് മാറുകയും മരിക്കുകയും ചെയ്യുന്നു. ആ സ്ത്രീയാണ് പിന്നീട് തോട്ടുങ്കര ഭഗവതിയായിട്ട് വർണ്ണശബളമായ വേഷവിധാനങ്ങളോട് കൂടിയിട്ട് വരുന്ന സമയത്ത് ഭക്തജനങ്ങളെല്ലാം പോയി തൊഴുത് നിൽക്കുന്നത്. അപ്പോൾ ഏതൊരു തെയ്യത്തിന്റെയും പിന്നിൽ, തോറ്റത്തിന്റെ അകത്ത് വേദനയുടെ ഒരു വലിയ നിലവിളിയുണ്ട്. ചവിട്ടി ഞെരിക്കപ്പെട്ട നിലവിളികളാണ് വാസ്തവത്തിൽ തെയ്യങ്ങളായിട്ട് വരുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പൊ തോട്ടുങ്കര പോതിയുടെ ഉള്ളിലും അങ്ങനെ ഒരു വേദനാജനകമായ അനുഭവമുണ്ട്. അത് വർത്തമാനകാല
ജീവിതവുമായിട്ട്, ഊർമിളയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതൊരു പുതിയ കഥയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതെ, അംബികാസുധൻ മാങ്ങാടിൻ്റെ പല പ്രധാനപ്പെട്ട കഥകളിലും തെയ്യം പ്രധാനപ്പെട്ട കഥകളായിട്ട് വന്നിട്ടുള്ള അവസ്ഥയിലെല്ലാം ഇതേപോലെ തെയ്യത്തിൽ നിന്ന് ഒരുപക്ഷെ ആരംഭിക്കുകയും അതിൻ്റെ പുരാവൃത്തത്തിൽ നിന്ന് ആ കഥ മുന്നോട്ട് പോവുകയും പിന്നീട് പെട്ടെന്ന് ഒരു ഗിയർ ചേഞ്ച് സംഭവിച്ചിട്ട് ആ തെയ്യത്തിൻ്റെ പുരാവൃത്തത്തിന് സമതുലിതമായിട്ടുള്ള അവസ്ഥയിൽ വൈകാരികമായ സമ്മർദ്ദങ്ങളിലൂടെ പോകുന്ന ഇപ്പോഴത്തെ ജീവിത മനുഷ്യാവസ്ഥകളിലേക്ക് കഥാപാത്രങ്ങൾ മാറി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ പോതി എന്ന് പറയുന്ന, തോട്ടുങ്കര പോതി എന്ന് പറയുന്ന തെയ്യത്തിൻ്റെ ഐതിഹ്യത്തിൻ്റെ മിത്തിൻ്റെ അകത്ത് രാമായണം ചുട്ടരിക്കപ്പെടുന്നു എന്നുള്ള ഒരു സങ്കല്പം വരുന്നുണ്ട്. ഇവിടെ ഊർമിള എന്ന കഥാപാത്രം കവിതകൾ എഴുതിയതിൻ്റെ പേരിൽ അക്ഷരവിരോധിയായിട്ടുള്ള ഭർത്താവ് അത് കത്തിച്ച് കളഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പോതിയുടെ തുടർച്ച സംഭവിക്കുന്നു എന്ന രീതിയിലാണല്ലോ അല്ലേ ആ കഥയുടെ മുന്നോട്ട് പോക്ക്. അത് എഴുതി വരുമ്പോഴൊക്കെ ഏത് രീതിയിലാണ് മനസ്സ് പ്രവർത്തിച്ചിട്ടുള്ളത് അംബികാസുധൻ മാങ്ങാടിൻ്റെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക്? ഒരു പക്ഷേ എഴുതി വരുമ്പോൾ ആദ്യം ഈ ഊർമിളയെയോ അല്ലെങ്കിൽ അവരെഴുതിയ കവിതകൾ കത്തിച്ച് കളഞ്ഞിട്ടുള്ള ദിനകരൻ എന്ന് പറയുന്ന സഹവർത്തിയുടെയോ ഒരു രംഗപ്രവേശം ആലോചിക്കാതെ എഴുതി പോവുകയും പിന്നീട് എഴുത്തിൻ്റെ ഒരു വിഭ്രാമക വേളയിൽ അത് സംഭവിച്ചു പോവുകയും ചെയ്തിട്ടുള്ളതാണോ? തീർച്ചയായിട്ടും. അത് ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലമായിട്ട് ഈ തെയ്യത്തിന്റെ തോറ്റം, ആ തോറ്റത്തിന്റെ അകത്തുള്ള വേദന എൻ്റെ ഉള്ളിൽ ഒരു കനല് പോലെ നീറിപ്പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരു കഥയായിട്ട് വരുന്നില്ല. പക്ഷെ പെട്ടെന്നൊരു ദിവസം അതിങ്ങനെ മനസ്സിലേക്ക് തള്ളി വരികയും അത് എഴുതപ്പെടേണ്ടതാണ് എന്ന് ഉറപ്പിക്കുകയും അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഊർമിളയും ദിനകരനും കടന്നു വരികയും ആ പണ്ടുകാലത്ത്, ഏതോ കാലത്ത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒർവാടി എന്ന് പറയുന്ന ഒരു സ്ത്രീ, ദളിതയായ സ്ത്രീ അനുഭവിച്ചിരുന്ന ആ സ്ത്രീയുടെ പ്രശ്നങ്ങളെല്ലാം പുതിയ കാലത്ത് ഊർമിളയും അനുഭവിക്കേണ്ടി വരുന്നു ആൺകോയ്മ വ്യവസ്ഥയിൽ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ആ കഥ അങ്ങനെ എഴുതപ്പെടുകയാണ്. തീർച്ചയായിട്ടും എല്ലാ തെയ്യങ്ങളുടെയും ഉള്ളിൽ ഇതുപോലെ വേദനിപ്പിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങളുണ്ട്. അത് പറയാനാണ്, തെയ്യത്തിന്റെ കഥ പറയാനല്ല. വാസ്തവത്തിൽ ഞാൻ എല്ലാ തെയ്യം കഥകളിലും ശ്രമിച്ചിട്ടുള്ളത്, നോവലുകളിലും ശ്രമിച്ചിട്ടുള്ളത്, അത് സമകാലികമായ സമസ്യകളെ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സാർവകാലികമായ ചില ജീവിത പ്രശ്നങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തെയ്യം കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എത്ര വിശാലമായിട്ടുള്ള മാനവികതയുടെ ലോകത്തേക്ക് നമ്മൾ നമ്മളുടെ ഭാവനയെ പറത്തി യാത്ര ചെയ്താലും ഒരു എഴുത്തുകാരൻ്റെ എഴുത്തിൻ്റെ ഊർജത്തിൻ്റെ ആദ്യ സ്രോതസ്സ് സ്വന്തം നാടിൽ നിന്ന്, സ്വന്തം ഗ്രാമത്തിൽ നിന്ന്, സ്വന്തം ഉറവയിൽ നിന്ന്, സ്വന്തം പുരാവൃത്തങ്ങളിൽ നിന്ന് എടുക്കേണ്ടതുണ്ട് സ്വയം അറിയാതെ എന്നുള്ളത് കൊണ്ടാണോ ഒരു പക്ഷേ ഈ പറഞ്ഞ തോട്ടുങ്കര പാതി എന്നുള്ള കഥാസമാഹാരത്തിലെ 11 കഥകളിൽ ഒരു കഥ തെയ്യത്തിൽ നിന്ന് ആരംഭിച്ച് പല ലോകങ്ങളിലേക്ക് യാത്ര പോകുന്നു? അതേപോലെ മിക്കവാറും സമാഹാരങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു കഥയോ ഒരു കഥാപാത്രമോ തെയ്യത്തിൻ്റെ ഒരു രൂപഭാവങ്ങളിലൂടെയും മാനസിക ഘടനയിലൂടെയൊക്കെ പോയിട്ടുള്ളതിൻ്റെ പിറകിൽ ഈ പറയുന്ന തന്നിലേക്ക് ആഴത്തിൽ പോകുമ്പോൾ അത്രമേൽ വലിയ ആകാശങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്നുള്ള ബോധ്യം കൊണ്ടാണോ? എൻ്റെ ഗ്രാമത്തിൽ നിറയെ തെയ്യങ്ങളാണ്. എല്ലാ വീട്ടിലും തെയ്യങ്ങളാണ്. നിറയെ തറവാടുകളിലൊക്കെ നിറയെ തെയ്യങ്ങളാണ്. 400-ലധികം തെയ്യങ്ങളല്ലേ? വളർന്നിട്ട് 400-ലധികം തെയ്യങ്ങൾ. അതെ, 400-ലധികം തെയ്യങ്ങളുണ്ട്. 400, ഒന്നുകുറെ 400 എന്ന് പറയുന്നത് ശരിയല്ല. 1000 തെയ്യങ്ങളെങ്കിലും വരും എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തല്. അപ്പൊ ഈ തെയ്യങ്ങളുടെ നടുക്ക് ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് തെയ്യങ്ങളില്ലാതെ എഴുതാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എൻ്റെ നോവലുകളിലും, മരക്കാപ്പിലെ തെയ്യങ്ങൾ എന്ന ആദ്യത്തെ നോവലിൽ നിറയെ തെയ്യങ്ങളാണ്. എന്മകജ എന്ന നോവലിൽ ജടാധാരി തെയ്യമുണ്ട്. മാക്കം എന്ന പെൺതെയ്യം എന്ന നോവൽ മാക്കം എന്ന തെയ്യത്തിന്റെ ആ സ്ത്രീ അനുഭവിച്ച അങ്ങേറ്റം വേദനാജനകമായ ജീവിതത്തെ ആവിഷ്കരിക്കുന്നതാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള അല്ലോഹലൻ എന്ന നോവലിൽ ആ നോവലിന്റെ പ്രമേയത്തിന് അനുസൃതമായ വിധത്തിൽ കുറെ തെയ്യങ്ങൾ, പൊട്ടൻ തെയ്യവും ചാത്തൻ തെയ്യവും പല തെയ്യങ്ങളും കടന്നു വരുന്നുണ്ട്. അപ്പോ തെയ്യങ്ങളുടെ നടുക്ക് ജനിച്ചു വളർന്ന ഒരാൾക്ക് തെയ്യങ്ങളെ ഒഴിവാക്കിയിട്ട് എഴുതാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. തെയ്യങ്ങളില്ലാത്ത ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ പോലും 10-29ഓളം കഥകളിൽ തെയ്യം വരുന്നുണ്ട് എന്നുള്ളത് അതൊരു യാദൃശ്ചികതയായിട്ടല്ല ഞാൻ കാണുന്നത്. അത് നമ്മുടെ
ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. നമ്മൾ ജീവിത യാഥാർത്ഥ്യങ്ങളെയാണല്ലോ എഴുതാൻ ശ്രമിക്കുന്നത്. ഭാവനയുടെ ലോകത്തിൽ വ്യാപരിക്കുകയല്ല ചെയ്യുന്നത്. ജീവിതത്തിന്റെ സത്യസന്ധമായ പരുക്കൻ വഴികളിലൂടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ സാങ്കല്പിക ലോകത്തിലല്ല നമ്മൾ വിരാജിക്കുന്നത്. അത് അംബികാസുധൻ മാങ്ങാടിൻ്റെ മിക്കവാറും എല്ലാ നോവലുകളിൽ, എല്ലാ കഥകളിലുമൊക്കെ അത് വളരെ കൃത്യമായിട്ട് തെളിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് സമകാലിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആവിഷ്കാരങ്ങളാണ്. പക്ഷേ ആ ആവിഷ്കാരങ്ങൾ ഇപ്പോൾ ശ്രീ അംബികാസുധൻ മാങ്ങാട് പറഞ്ഞതുപോലെ തന്നെ അത്രമേൽ പരുക്കനായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ തന്നെയും അതിന് ഭാവനയുടെ മേമ്പൊടിയോ അതിൻ്റെ അധിക സൗന്ദര്യ വിധാനങ്ങളോ ആവശ്യമില്ല എങ്കിൽ തന്നെയും അംബികാസുധൻ മാങ്ങാടിൻ്റെ കൈകളിലൂടെ, അക്ഷരങ്ങളിലൂടെ അത് വരുമ്പോൾ അതൊരു സർഗാത്മക സൃഷ്ടിയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലത്ത് ഈ തെയ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഈ തെയ്യം നമ്മുടെ ക്ലാസ് മുറികളിലേക്കൊക്കെ വരികയാണെങ്കിൽ തെയ്യം വാ പൊത്തി നിൽക്കുന്ന രീതിയിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ക്ലാസ് മുറികളിൽ, വിദ്യാലയങ്ങളിലൊക്കെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അധ്യാപകരെ ആക്രമിക്കുന്ന വിദ്യാർത്ഥികൾ, തിരിച്ച് വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുന്നുവെന്ന് പറയപ്പെടുന്ന അധ്യാപകർ, ക്ലാസ് മുറികൾ ചോരക്കളങ്ങളാവുന്നതിൻ്റെ ഉദാഹരണങ്ങളായിട്ടുള്ള നിരവധിയായിട്ടുള്ള വാർത്തകൾ വരുന്നു. ക്രിമിനലിസം വിദ്യാർത്ഥികളിലേക്കൊക്കെ വരുന്നു. ഇതിനെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും സമീപിക്കുന്ന ഒരു കഥ ഈ സമാഹാരത്തിൽ തോട്ടുങ്കര പോതിയിലുണ്ട്. അത് മാമ്പൂമണം എന്നുള്ള കഥയാണ്. ആ കഥ വായിക്കുമ്പോൾ ഒരു തരത്തിലും അത് സമകാലിക സംഭവങ്ങളെ നേരെ അതേപോലെ ആവിഷ്കരിച്ചിരിക്കുന്നതായിട്ടല്ല, മറിച്ച് അതിനെ അംബികാസുധൻ മാങ്ങാടിന് മാത്രം സവിശേഷമായിട്ടുള്ള ഒരു സർഗാത്മകമായ എഴുത്തിൻ്റെ രീതിയിൽ അതിനെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് അത് സർഗാത്മക സൃഷ്ടിയാവുന്നു. പക്ഷേ അത് മുന്നോട്ട് വയ്ക്കുന്ന യാഥാർത്ഥ്യത്തെ മറച്ചു വയ്ക്കാനും കഴിയുന്നില്ല. മാമ്പൂമണം ക്രൗര്യത്തിൻ്റെ കഥയായിട്ടല്ല, അനുകമ്പയുടെയും പരിവർത്തനത്തിൻ്റെയും കഥയായിട്ട് ഈ പുസ്തകത്തിൽ എങ്ങനെ വരുന്നു എന്നാണ് എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ കാണുന്നത്? അധ്യാപക കഥകൾ മാമ്പൂമണവും പുസ്തക വീടും ഈ സമാഹാരത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു 40ഓളം അധ്യാപക കഥകൾ പല സമാഹാരങ്ങളിലായിട്ട് എഴുതിയിട്ടുണ്ട്. തോട്ടുങ്കര പോതിയണ്ണന്റെ 27ാമത്തെ ചെറുകഥാ സമാഹാരമാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന വായനക്കാരും പ്രേക്ഷകരും കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് വിരമിച്ച മലയാളം വിഭാഗം അധ്യാപകൻ കൂടിയാണ് അംബികാസുധൻ മാങ്ങാട് എന്ന് ഓർക്കണമെന്ന് സൂചിപ്പിക്കട്ടെ. തുടർന്നോളൂ. അതെ, അങ്ങനെ അധ്യാപക കഥകളിൽ ഏറ്റവും ഒടുവിൽ എഴുതിയിട്ടുള്ള 2 കഥകളാണ് ഈ സമാഹാരത്തിലുള്ള പുസ്തക വീടും മാമ്പൂമണവും. മാമ്പൂമണം എന്ന ഒരു കഥക്ക് ആസ്പദമായ കാര്യം, ഞങ്ങളുടെ ജില്ലയിൽ ഏതാണ്ട് ഒരു 10-12 കൊല്ലം മുമ്പ് ഒരു റിട്ടയർ ചെയ്ത ഒരു വൃദ്ധയായ അധ്യാപിക കൊല്ലപ്പെട്ടു. ആ അധ്യാപികയെ കൊന്നത് പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു, സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അവസാനം പ്രതികളെയൊക്കെ പിടിച്ചു. അത് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചിരുന്നു. നേരത്തെ ബനേഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചുറ്റും നിന്നും കേൾക്കുന്ന വാർത്തകൾ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ഗുരുശിഷ്യ ബന്ധങ്ങളിലും മറ്റ് സാമൂഹ്യ ബന്ധങ്ങളിലും ഒക്കെ വന്നു ചേരുന്ന അപച്യുതികൾ അല്ലെങ്കിൽ അപജയങ്ങളൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ മാമ്പൂമണം എന്നെ ഈ ടീച്ചറെ കൊന്നത് എന്നെ വല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 10-12 കൊല്ലങ്ങൾക്ക് ശേഷം മാമ്പൂമണം എന്ന ഒരു കഥ എഴുതുമ്പോൾ ഇതേപോലെ 3 വിദ്യാർത്ഥികള് ഒരു ടീച്ചറെ, പൂർവ്വ വിദ്യാർത്ഥികള് പണ്ട് പഠിപ്പിച്ച ടീച്ചറെ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ ടീച്ചറുടെ വീട്ടിലെത്തിയിട്ട് ഇവര് രാത്രി ടീച്ചർ ഉറങ്ങുന്ന സമയത്ത് ടീച്ചറെ കൊല്ലാനുള്ള ആയുധങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷെ അവിടെ എത്തിയിട്ട് ഈ വിദ്യാർത്ഥികൾ 3 പേരും മാനസാന്തരപ്പെടുന്ന തരത്തിൽ ടീച്ചറുടെ ജീവിതം എപ്രകാരമായിരുന്നു എന്നും അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ഉള്ള, അതായത് ആ ടീച്ചർ എല്ലാ ടീച്ചർമാരിൽ നിന്നും വ്യത്യസ്തയായിരുന്നു. ആ ടീച്ചർ വരുമ്പോൾ മാമ്പൂ മണം പ്രസരിക്കുമായിരുന്നു. മാവ് പൂക്കുന്ന കാലത്തല്ലെങ്കിലും മാമ്പൂവിന്റെ മണമുണ്ടാകുമെന്ന് കുട്ടികൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ടീച്ചർ ആരെയും ശിക്ഷിക്കില്ല, ബെഞ്ചിൽ കയറ്റി നിർത്തില്ല. ബെഞ്ചിൽ കയറ്റി നിർത്തുന്നത് എപ്പോഴും ഏറ്റവും മാർക്ക് വാങ്ങുന്ന കുട്ടികളെയാണ്. ആ ടീച്ചർ നുള്ളി വേദനിപ്പിക്കുന്നത് പുതിയ ഉടുപ്പ് ഇട്ടുവരുന്ന കുട്ടികളെയാണ് നുള്ളുക. അതുപോലെ ആ ടീച്ചർ ഏറ്റവും സങ്കടപ്പെട്ടു വരുന്ന കുട്ടികളെ അടുത്തേക്ക് വിളിച്ചിട്ട് തൻ്റെ സാരിയുടെ മുന്താണിയിൽ ഇങ്ങനെ ഒളിപ്പിക്കും 1 മിനിറ്റ് നേരം. അതോടെ ആ കുട്ടിയുടെ സങ്കടം അങ്ങനെ ഇല്ലാതായി പോകും. അങ്ങനെയുള്ള കുറെ ഓർമ്മകൾ ഈ കുട്ടികൾക്കുണ്ട്. ഒടുവിൽ ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കഥയുടെ അവസാനം ഈ വിദ്യാർത്ഥികൾ മാനസാന്തരപ്പെടുന്നതും ആ ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഒരു സ്നേഹത്തിന്റെ വലിപ്പം എന്താണ്, വായനക്കാർക്ക് നമ്മൾ അതാണ് കൊടുക്കേണ്ടത്. വയലൻസും മറ്റു കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ വരുന്നത് പോലെ സാഹിത്യത്തിൽ വന്നു തുടങ്ങി. അതല്ല എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ചെയ്യേണ്ടത്.
വിദ്യാർത്ഥികളിലും സമൂഹത്തിലുള്ള മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അവർക്കൊക്കെ മാനസാന്തരം ഉണ്ടാക്കാൻ നമുക്ക് സാഹിത്യത്തിലൂടെ സാധിക്കും. അതാണ് എഴുത്തുകാരൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. എഴുത്ത് ഒരു സമര പ്രവർത്തനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടാണ് ആ അങ്ങനെ ഒരു എഴുതിയത്. ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കളുടെ എല്ലാ എഴുത്തും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഏറ്റവും പുതിയ കാലഘട്ടത്തിൻ്റെ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ആവുക എന്നതിന് വേണ്ടി അതിഭീകരമായിട്ടുള്ള അക്രമങ്ങൾ നിറച്ച രക്തരൂക്ഷിത പദപ്രയോഗങ്ങളൊക്കെ നടത്തിയാൽ മാത്രമേ പുതിയ കാലഘട്ടത്തിൻ്റെ എഴുത്തുകാരിയാകൂ എന്ന് ആരെങ്കിലും വിചാരിച്ച് വശംവദരായിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് വിശ്വസിക്കുകയും ഇതാണ് വാസ്തവത്തിൽ നാം ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഒരു ക്രൗര്യത്തെ ഒരു അനുകമ്പയുടെ സാധ്യതയിലേക്ക് മാറ്റാമെന്നുള്ള അന്വേഷണം മിക്കവാറും എല്ലാ രചനയിലും ശ്രീ അംബികാസുധൻ മാങ്ങാടിൻ്റെ രചനയിൽ അത് പ്രകടമായിട്ടുണ്ട്. അംബികാസുധൻ മാങ്ങാട് എന്ന എഴുത്തുകാരനെ സ്നേഹിക്കുന്ന വായനക്കാരെ സംബന്ധിച്ചിട്ട് എപ്പോഴും അവരുടെ ഹൃദയത്തിലുള്ള വാക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്നായ എൻ മകജെ എന്ന പുസ്തകം. അത് കാസർഗോട്ടെ എൻഡോസൾഫാൻ കീടനാശിനിയുടെ ദുരന്തമനുഭവിക്കേണ്ടി വന്ന ഇരകളുടെ യഥാർത്ഥ ജീവിതത്തെ സർഗാത്മകമായിട്ട് ആവിഷ്കരിച്ച പുസ്തകമാണ്. ആ പുസ്തകം പല പതിപ്പുകളിറങ്ങി. ആ പതിപ്പുകൾക്കൊക്കെ പണമായിട്ട് പ്രതിഫലമായിട്ട് ലഭിച്ച തുക അതിൻ്റെ കവർ തുറന്നു നോക്കുക പോലും ചെയ്യാതെ ഇരകൾക്ക് നൽകിയിട്ടുള്ള, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സർഗാത്മക സാമൂഹ്യ പ്രവർത്തനം സ്വയം അറിയാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സമാഹാരമായ തോട്ടുങ്കര പോതി എന്ന പുസ്തകവുമായിട്ട് നമ്മുടെ മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ അംബികാസുധൻ മാങ്ങാട്. ഈ പുസ്തകത്തിലും അതിന് സമാനമായൊരു കഥയുണ്ട്. ആ കഥയുടെ പേര് നിറഭേദങ്ങൾ എന്നാണ്. ഒരു പക്ഷേ ഒരു തരത്തിൽ പോലും ഭാവന ഉപയോഗിക്കാതെ ഭാവനയുടെ കൃത്രിമത്വം കൊണ്ട് ഈ കഥയിലെ ഒരു കഥാപാത്രത്തിനും ഒരു ഏനക്കേടും സംഭവിക്കരുത് എന്നുള്ള വിചാരം കൊണ്ട് എഴുതിയതാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കഥയായിട്ടാണ് അത് നിൽക്കുന്നത്. എങ്ങനെയാണ് ആ കഥ എഴുതിയ ദിവസത്തെ ഓർക്കുന്നത്? എൻ മകജെ എന്ന നോവലിൽ ഉള്ള കഥാപാത്രങ്ങൾ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിലെ അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നവരാണ് എല്ലാവരും. അതിലെ മിക്കവാറും കുട്ടികളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവരൊക്കെ പലരും മിക്കവാറും പേരും മരണപ്പെടുന്ന സമയത്തൊക്കെ പോയി കാണേണ്ടി വന്ന ഏറ്റവും വലിയ നിർഭാഗ്യമുള്ള എഴുത്തുകാരൻ കൂടിയാണ് ഞാൻ. നിറഭേദങ്ങൾ എന്ന കഥയിലെ ശില്പ എന്ന കുട്ടി എനിക്ക് നേരിട്ട് അറിയാവുന്ന കുട്ടിയാണ്. ആ കുട്ടി എല്ല് പൊട്ടുന്ന അസുഖമുള്ളത് കൊണ്ട് കിടപ്പിലായിരുന്നു. ആ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആ കുട്ടിയെ പിന്നീട് പുസ്തകങ്ങളൊക്കെ കുറെ കൊടുത്ത്, അവൾ എഴുതാൻ പഠിച്ച സമയത്ത് പുസ്തകങ്ങളൊക്കെ കൊടുത്ത് എഴുതാൻ പ്രേരിപ്പിക്കുകയും കഥകളും കവിതകളും ഒക്കെ എഴുതിപ്പിക്കുകയും പിന്നീട് അത് പുസ്തകമാക്കിയിട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയും കോളേജിൽ വെച്ചിട്ട് ആ കുട്ടിയുടെ പുസ്തകം സച്ചിദാനന്ദൻ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് നൽകിക്കൊണ്ട് പ്രകാശിപ്പിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും ആ പുസ്തകം മുഴുവൻ വിറ്റിട്ട് ഞങ്ങൾ ആ കുട്ടിക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ കുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയും കുട്ടിയെ കവിത കൊണ്ടും ചികിത്സിക്കുക എന്നുള്ളത്, മരുന്നുകൊണ്ട് മാത്രമല്ല കവിത കൊണ്ടും, വൈലോപ്പിള്ളിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ശുശ്രൂഷികയാണ് കവിത എന്ന്. കവിത കൊണ്ടും ചികിത്സിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഒരു അനുഭവം ഒരു അസാധാരണമായ അനുഭവമാണ്. ഇങ്ങനെ നൂറുകണക്കിന് അനുഭവങ്ങൾ കഴിഞ്ഞ ഒരു 25 കൊല്ലത്തിനിടയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിലൊരു അനുഭവം ഞാൻ ഒരു പ്രബന്ധ രൂപത്തിൽ, കഥയ്ക്കൊരു പ്രബന്ധ രൂപം കൊടുത്തുകൊണ്ട് ഭാവനയുടെ ഒരു വാക്ക് പോലും ചേർക്കാതെ ശില്പയെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കഥയാണ് നിറഭേദങ്ങൾ എന്ന കഥ. ആ കഥ ഒരു പക്ഷേ ഈ പുസ്തകത്തിലെ മറ്റ് കഥകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആഖ്യാന ശൈലി കൊണ്ട് കഥ എന്നാൽ ഇങ്ങനെയാവണം എന്നുള്ള പരമ്പരാഗത സങ്കല്പത്തെ മാറ്റിമറിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നിമിഷം നമ്മൾ തമ്മിലുള്ള ഈ പരസ്പര സംഭാഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഒരുപക്ഷെ വായനക്കാർക്ക് താല്പര്യമുള്ള ഒന്ന് എഴുത്തുകാരൻ്റെ ശബ്ദത്തിൽ അദ്ദേഹം സ്വന്തം കഥയിലെ ഇഷ്ടപ്പെട്ട 1-2 ഖണ്ഡിക വായിക്കുക എന്നുള്ളതാണ്. എന്തായിരിക്കും താങ്കൾ വായിക്കുക? ഈ സമാഹാരത്തില് ഏറ്റവും പ്രതികരണങ്ങൾ ലഭിച്ച ഒരു കഥ പുസ്തക വീടാണ്. കഴിഞ്ഞ കൊല്ലം മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ച കഥക്കുള്ള അവാർഡ് കിട്ടിയ ഒരു കഥ കൂടിയാണ് പുസ്തക വീട്. ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു അസാധാരണമായ ഹൃദയബന്ധത്തിന്റെ ഒരു കഥ കൂടിയാണ്. അപ്പൊ ആ കഥയിൽ ദരിദ്രനായ കുട്ടിയെ ഈ അധ്യാപകൻ കണ്ടെത്തുകയും വലിയ വായനക്കാരനായി അധ്യാപകൻ കണ്ടെത്തുകയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ഭക്ഷണം കൊടുക്കുകയും പിന്നെ പുസ്തകങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ ആ കുട്ടിയെ വലിയൊരു എഴുത്തുകാരനാക്കി ഒക്കെ മാറ്റുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിയെ, അദ്ദേഹത്തിന്റെ വീട് എന്ന് പറയുന്നത് വലിയൊരു വീടാണ്. പക്ഷെ ആ എല്ലാ മുറികളിലും പുസ്തകങ്ങളാണ്. ഓരോ മുറിയിലും, ഒരു മുറിയിൽ നോവൽ, ഒരു മുറിയിൽ കവിത, ഒരു മുറിയിൽ ബാലസാഹിത്യം,
അങ്ങനെ വ്യത്യസ്തമായ മുറികളിൽ നിറയെ പുസ്തകങ്ങൾ നിറച്ചിരിക്കുന്ന ആ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ദിവസം നോവലിന്റെ മുറിയിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് പറയാണ്, ഒരു പുസ്തകം മാത്രം എടുത്താൽ മതിയെന്ന് പറയുന്നുണ്ട്. മോനെ, ഇത് നോവലുകളുടെ മുറിയാണ്. ഓരോ പുസ്തകവും ജീവനുള്ള ഓരോ വലിയ മനുഷ്യനാണ്. നിനക്കറിയാമോ, തലയ്ക്ക് തീ പിടിച്ച മനുഷ്യരാണ് ഗംഭീരമായ നോവലുകൾ എഴുതുന്നത്. ഓരോന്നിലും കാണും ജീവിതത്തിന്റെ അത്ഭുത പ്രപഞ്ചങ്ങൾ. ഇതാ, ആദ്യം ഇത് വായിച്ചോ. നീട്ടിയ പുസ്തകം ഞാൻ ഭവ്യതയോടെ വാങ്ങി. കവറിലെ അക്ഷരങ്ങൾ ഞാൻ കൂട്ടി വായിച്ചു. തോട്ടിയുടെ മകൻ. ഒറ്റ ഇരിപ്പിലാണ് ആ ബുക്കും തീർത്തത്. മുട്ടത്ത് വർക്കിയെ വായിച്ചതുപോലെ ഞാൻ കരഞ്ഞില്ല. പകരം ഇടിമിന്നലേറ്റ അവസ്ഥയിൽ പുസ്തകം മടക്കി വെച്ച് ചിന്താധീനനായി. അന്ന് രാത്രിയിൽ ചുടലമുത്തുവിനൊപ്പം തീട്ടച്ചാലിലൂടെ കൈക്കോട്ട് ചുമലിൽ വെച്ച് കുതിർന്നു നടക്കുന്നത് സ്വപ്നം കണ്ട് അറപ്പോടെ ഞെട്ടി ഉണർന്നു. പിറ്റേന്നു മുതൽ തകഴിയുടെ മറ്റു നോവലുകൾ വായിക്കാൻ തുടങ്ങി. പിന്നാലെ ഉറൂബും ബഷീറും ഒറ്റക്കാടും MTയും കോവിലനുമൊക്കെ ഉത്സാഹത്തോടെ എൻ്റെ വീട്ടിലെത്തി. താമസിയാതെ മാഷ് എന്നെ മറ്റൊരു വലിയ മുറിയിലേക്ക് വിളിച്ചു. അത് ചെറുകഥകളുടെ മുറിയായിരുന്നു. കൊടുങ്കാടിന് നടുക്കെന്ന വിധം 100,000 കഥകളുടെ നടുക്ക് ഞാൻ നിശ്ചേതനായി നിന്നപ്പോൾ മാഷ് ആദ്യത്തെ പുസ്തകം എനിക്ക് നീട്ടി. മരപ്പാവകൾ, കാരൂരിന്റെ മരപ്പാവകൾ. ഈ കഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ വായിച്ചത്. ഈ ഒരു കഥ ഗുരുവായിട്ടും ശിഷ്യനായിട്ടും ഉള്ള ആളുകൾക്ക് മാത്രമല്ല, ഒരുപക്ഷെ എല്ലാവർക്കും നന്ദികേട് കാണിക്കുക, നന്ദികേട് അനുഭവിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നുപോയിട്ടുള്ളത്. നമ്മൾ നന്ദികേട് ഒരുപാട് കാണിച്ചിട്ടുണ്ടാവും, നമ്മൾ ഒരുപാട് നന്ദികേട് അനുഭവിച്ചിട്ടുണ്ടാവും. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സുകുമാർ അഴീക്കോട് മാഷാണോ ഇതിന്റെ അകത്ത് വരുന്ന കഥാപാത്രം എന്ന് ചോദിച്ചിട്ടുണ്ട്. ചെറിയ ഛായ കാണും. അദ്ദേഹം എന്നോട് വീട്ടിൽ വന്ന സമയത്ത് പറഞ്ഞ 1-2 ഡയലോഗുകളൊക്കെ ഈ കഥയിൽ ഉണ്ടെങ്കിലും അഴീക്കോട് മാഷല്ല, ശരിക്കും ഇതൊരു ഭാവനയിൽ വരുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഒരു അസാധാരണമായ, ഈ ശിഷ്യനെല്ലാം മറന്നു പോകുന്ന, ഗുരു കാത്തുവെക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ ശിഷ്യന് വേണ്ടിയിട്ട് എല്ലാം കാത്തുവെക്കുന്നുണ്ട്. പക്ഷെ ശിഷ്യൻ വളർന്നു വലുതായി, പക്ഷെ ഗുരുവിനെ മറന്നു പോകുന്ന വലിയ വായനക്കാരനായ, വായനയുടെ ലോകത്തിലൂടെ തന്നെ വലിയ ലോകങ്ങളിലേക്ക്, ആകാശങ്ങളിലേക്ക് ഉയർത്തിയ ഗുരു, പക്ഷേ ശിഷ്യൻ വായനയുടെ ലോകത്തിലൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ താൻ ഗുരുവിന് മുകളിലാണ് എന്നുള്ള ചിന്ത വരുന്നു. ആ നിമിഷം മുതൽ ഗുരുവിനോടുള്ള എതിർപ്പോ അല്ലെങ്കിൽ ഗുരുവിനെ അവഗണിക്കലോ എന്നുള്ള നിലയ്ക്കാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥ, മരിച്ചുപോയ ഒരു സ്ത്രീ നേരെ കഥയിൽ ജീവിച്ച് വരുന്നതാണ്. ജീവിച്ചു പോകുന്നവർ എന്നാണ് ആ കഥയുടെ പേര് ഞാൻ ഓർക്കുന്നത്. മലയാള സാഹിത്യത്തിൽ ആ രീതിയിൽ മരിച്ചു പോയ ഒരു സ്ത്രീ നേരെ തിരിച്ചു വരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലേക്ക് ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്? ഇപ്പോൾ എസ് ഹരീഷിൻ്റെ പട്ടുനൂൽ പുഴുവിലൊക്കെ മരിച്ചുപോയ പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ആൺകുട്ടി വരുന്നുണ്ട്. പക്ഷേ ഈ തോട്ടുങ്കര പോതിയിലെ ഈ കഥയിൽ ജീവിച്ചു പോകുന്നവരിൽ എന്തുകൊണ്ടാണ് ജീവനോടെ ഒരു സ്ത്രീയെ തിരിച്ചു കൊണ്ടുവരുന്നത്? ഈ അടുത്ത കാലത്ത് എഴുതിയൊരു കഥയാണ്. മരിച്ചുപോയ ഒരാൾ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ പറയണമെങ്കിൽ മരിച്ചുപോയ ഒരാളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അതൊരു സർറിയലിസമായിട്ടോ സ്വപ്നമായിട്ടോ അല്ലെങ്കിൽ മാജിക്കൽ റിയലിസമായിട്ടോ ഒക്കെ ആണ് എഴുത്തുകാർ മുൻകാലങ്ങളിൽ ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിൽ ശരിക്കും ഒരു സ്ത്രീ തിരിച്ചു വരികയാണ്. അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ മകനും മകന്റെ ഭാര്യയും കൂടി വല്ലാതെ അമ്പരക്കുന്നുണ്ട്, അതിശയിക്കുന്നുണ്ട്. എന്തിനാ അമ്മയെ മടങ്ങി വന്നത് എന്ന് മകൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മ പറയുന്നത്, മോനെ, ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു നിമിഷത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു പോയതല്ലേ, നിങ്ങളോടൊരു വാക്ക് മിണ്ടാൻ എനിക്ക് പറ്റിയില്ലല്ലോ, അതിന്റെ സങ്കടമുണ്ട്, അങ്ങനെ ഒരു വാക്ക് പറയാൻ വേണ്ടി വന്നതാണ്. മറ്റൊരു കാര്യം കൂടി എനിക്കുണ്ട്. എനിക്ക് നിന്റെ ഭാര്യ നളിന ഉണ്ടാക്കുന്ന മീൻകറി കൂട്ടിയിട്ട് ഒരിക്കൽ കൂടി ചോറ് തിന്നണം, അതെന്റെ വലിയ ആഗ്രഹമാണ്. അപ്പൊ മകന്റെ ഭാര്യ പറയുന്നു, അമ്മ ഇന്ന് മീൻകറി ഇല്ല, മീൻ കിട്ടിയിട്ടില്ല, പിന്നെ ഇന്നലത്തെ മീൻകറി ഫ്രിഡ്ജിൽ കുറച്ചിരിപ്പുണ്ട്. അന്നേരം അമ്മ പറയുന്നു, എന്നാ നന്നായി, ഇന്നലത്തെ മീൻകറി ചൂടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, മോളെ വേഗം എടുത്ത് ചൂടാക്ക് എന്ന് പറഞ്ഞ് മകൾ ഓടിപ്പോയി അത് ചൂടാക്കുകയും ചോറ്
ഭർത്താവിന്റെ അമ്മയ്ക്കും ചോറിങ്ങനെ വിളമ്പി വയ്ക്കുകയും ഈ അമ്മ അതെല്ലാം കഴിക്കുകയും അവസാനം ഈ മീൻകറി മുഴുവൻ കൂട്ടി ആ മീൻ്റെ കറിയുടെ പാത്രത്തിലെ പ്ലേറ്റിലുള്ള മീൻ ചാറൊക്കെ വിരൽ കൊണ്ട് വടിച്ച് നക്കി കുടിച്ചിട്ട് ഈ അമ്മ പറയും, മോളെ നീ ഉണ്ടാക്കുന്ന മീൻകറിക്ക് എന്തൊരു ടേസ്റ്റാണ്. അത് കേട്ടപ്പോ ഈ മകന്റെ ഭാര്യ അമ്പരന്ന് പോയി. അവൾ അമ്പരപ്പോടെ ചോദിച്ചു, അമ്മേ 30 കൊല്ലമായിട്ട് ഞാൻ ഇതല്ലേ അമ്മയ്ക്ക് വെച്ച് തരുന്നത്? അമ്മ ഇന്ന് വരെ ഒരു അക്ഷരം എന്നോട് നന്നായിന് മോളെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നേരെ അമ്മ പറയും, മോളെ ഇത് പറയാനാ ഞാൻ മടങ്ങി വന്നത്. നല്ലതുണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറയണം. മരിച്ചു കഴിഞ്ഞിട്ട് പറയാൻ പറ്റില്ലല്ലോ. മരിച്ചു കഴിഞ്ഞാലാണല്ലോ മലയാളികൾ നല്ലത് പറയുന്ന ആളുകൾ. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കുറെ ഉണ്ട് എന്ന് ബോധ്യപ്പെടും. ഈ സന്ദർഭം കഥയുടെ ആദ്യ ഭാഗം മാത്രമാണ്. കഥയുടെ ശേഷിച്ച ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീയെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഥയിലൂടെ പറ്റും, യഥാർത്ഥത്തിൽ പറ്റില്ല. പക്ഷെ ആ സ്ത്രീ അതെ, പറയുന്നത് കഥ ചില ആ ജീവിത രീതിയിൽ കൂടി അനശ്വരതയുടെ ഒരു ആവിഷ്കാരമായിട്ട് മാറുകയാണ്. വാസ്തവത്തിൽ ആലോചിച്ച് നോക്കൂ, നല്ലൊരു കഥാകൃത്തിനോട് സംസാരിച്ചിരുന്നാൽ ഒരു ദിവസം പോരാതെ വരും, ദിവസങ്ങൾ വേണ്ടി വരും. ഓരോ കഥയുടെയും പിന്നിലുള്ള മറ്റ് കഥകളിലൂടെ നാം യാത്ര ചെയ്താൽ എത്രയോ നേരം വേണ്ടി വരും നമ്മൾക്ക് സംസാരിച്ചിരിക്കാൻ. മടുപ്പില്ലാതെ സരസമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ തോന്നും. പക്ഷേ സമയം നമ്മളെ വന്ന് വിലക്കുകയാണ്. എന്തായാലും 2024 മികച്ച ചെറുകഥയ്ക്കുള്ള സംസ്കൃതി പുരസ്കാരം നേടിയ ഈ തോട്ടുങ്കര പോതി എന്നുള്ള കഥാസമാഹാരത്തിൽ പുസ്തകവീട്, മാമ്പൂമണം, വിത്തുകൾ, കാസർഗോഡ്, നിറഭേദങ്ങൾ, ജീവിച്ചു പോകുന്നവർ, അമ്മക്കപ്പൽ എന്നിങ്ങനെ 11 കഥകളാണുള്ളത്. അംബികാസുധൻ മാങ്ങാടിൻ്റെ തോട്ടുങ്കര പോതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്സാണ്. ഈ പുസ്തകത്തിൻ്റെ വില 180 രൂപയാണ്. ഒരു സംശയവുമില്ലാതെ മുതിർന്നവർക്ക് ആ പുസ്തകം വാങ്ങാം, വായിക്കാം. വായിച്ചതിന് ശേഷം തൊട്ട് താഴെയുള്ള തലമുറയ്ക്ക്, മക്കൾക്ക്, അല്ലെങ്കിൽ ഇളം തലമുറയ്ക്ക് ഏറ്റവും ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടി വായിക്കൂ എന്ന് പറഞ്ഞ് കൊടുക്കാൻ കഴിയുന്ന പുസ്തകമാണ് തോട്ടുങ്കര പോതി. ഈ നിമിഷം നമ്മോടൊപ്പം വന്ന് ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്ത ശ്രീ അംബികാസുധൻ മാങ്ങാടിന് നന്ദി പറയട്ടെ. നന്ദി. നന്ദി, നമസ്കാരം.